ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ 6 കൂറുകളിൽ ജനിച്ച ചിത്ര നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 14 നക്ഷത്രക്കാരുടെ 2026-27 വിഷുഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ 6 കൂറുകളിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ 1-2 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരുടെ 2026-27 വിഷുഫലങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഐക്കൺ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 14/4/2026 ചൊവ്വാഴ്ച, അതായത് 1201 ആണ്ട് മേടമാസം 1-ാം തീയതി രാവിലെ 9:32 സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി വിഷുവത് പുണ്യകാലം ആരംഭിക്കുകയായി. എന്നാൽ മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശി സംക്രമണം സൂര്യോദയത്തിന് ശേഷം വരികയാൽ ഈ വർഷം വിഷുക്കണി ദർശനം നടത്തേണ്ടത് മേടമാസം 2-ാം തീയതി, അതായത് 15/4/2026 ബുധനാഴ്ച പുലർച്ചയ്ക്കാണ്. ഇനി ആദ്യമായി തുലാക്കൂറിൽ ജനിച്ച ചിത്തിര നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവരുടെ 2026-2027 വിഷുഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യവർദ്ധനവും പിതാവിൽ നിന്നോ പിതൃതുല്യരിൽ നിന്നോ അഥവാ ഭാഗ്യത്താലോ കിട്ടാവുന്ന സാമ്പത്തിക ലാഭവും ഉണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും. ഗുരുജനങ്ങളുമായി കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളുണ്ടാകും. ദൈവികമായതും മംഗളകരമായതുമായ കാര്യങ്ങളിൽ പങ്കെടുക്കും. ഭാര്യ അഥവാ ഭർത്താവിനെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഇവയിൽ നിന്നും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. വിവാഹാദി മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുകയോ അഥവാ അവയിൽ പങ്കെടുക്കുകയോ ചെയ്യും. തീർത്ഥാടനമോ ഉല്ലാസയാത്രകളോ നടത്താം. കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. സഹോദരി സഹോദരങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ശത്രുദോഷം അകലും. എന്നാൽ മെയ് മാസത്തിന് ശേഷം ജോലിയിൽ സ്ഥലം മാറ്റമോ പുതിയ ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്യാം. ഇവർ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും പക്ഷി മൃഗാദികളുമായി അടുത്ത് ഇടപഴകുമ്പോഴും അല്പം സൂക്ഷ്മത പുലർത്തുന്നത് നല്ലതായിരിക്കും. ഇവർക്ക് കർക്കിടകം, ചിങ്ങം, ധനു, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ നല്ല മാസങ്ങളായിരിക്കും. രണ്ടാമതായി വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം അനിഴം, തൃക്കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മെയ് മാസം വരെ അനുകൂല സമയമല്ലെങ്കിലും അതിനുശേഷം ഭാഗ്യവർദ്ധന ഉണ്ടാവുകയും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സ്വന്തം അധ്വാനത്താലും സന്താനങ്ങൾ വഴിയും പിതൃതുല്യരായവരിൽ നിന്നും ഭാഗ്യത്താലും ജൂൺ മാസം മുതൽ ധനലാഭം ഉണ്ടാകും. ഈ സമയം കുടുംബത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടവരും. അവിവാഹിതരായ സന്താനങ്ങളുടെ വിവാഹം നടന്നു കിട്ടാം. ബുദ്ധിക്ക് ഉണർവുണ്ടാവുകയും ജനങ്ങളുമായും ബന്ധുക്കളുമായും നല്ല ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും ജൂൺ മാസം മുതലുള്ള സമയം അനുകൂല സമയമാണ്. വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തുകയും മത്സര പരീക്ഷകളിലും മറ്റും വിജയസാധ്യതയുമുണ്ട്. ഭാഗ്യക്കുറിയിൽ നിന്നും മറ്റും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർക്ക്
മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നതിനും ജനനേതൃത്വത്തിനും അധികാരപ്രാപ്തിക്കും യോഗമുണ്ട്. മെയ് മാസം വരെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഈ നക്ഷത്രക്കാർക്ക് മേടം, ചിങ്ങം, കന്നി, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകും. മൂന്നാമതായി ധനുക്കൂറിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർക്ക് മെയ് മാസം വരെ കൂടുതൽ നല്ല സമയമായിരിക്കും. ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുമുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭമുണ്ടാകും. ബുദ്ധിക്കും വാക്കിനും നിപുണത ഉണ്ടാവുകയും സ്ഥാനപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. ദമ്പതിമാർക്കിടയിൽ കൂടുതൽ ഐക്യമുണ്ടാവുകയും സന്തോഷാനുഭവങ്ങൾ പങ്കിടുകയും ഉല്ലാസയാത്രകളും മറ്റും നടത്തുകയും ചെയ്യും. സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. അവിവാഹിതരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രകളും മറ്റും നടത്തുന്നതിനും യാത്രകൾ വഴി കൂടുതൽ ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. എന്തിൻ്റെയെങ്കിലും നേതൃസ്ഥാനം വഹിക്കുന്നതിനോ മേലധികാരികളിൽ നിന്നുള്ള സന്തോഷാനുഭവങ്ങൾക്കോ സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ മാസം മുതൽ നല്ല ഫലങ്ങളിൽ കുറവുണ്ടാകാം. ഈ സമയം ആരോഗ്യകാര്യങ്ങളിലും വാഹനം ഓടിക്കുമ്പോഴും അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. കലഹങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇവർക്ക് ഇടവം, കന്നി, തുലാം, കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ അനുകൂലങ്ങളായ മാസങ്ങളായിരിക്കും. നാലാമതായി മകരക്കൂറിൽ ജനിച്ച ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്ക് 2026-27 വിഷുഫലം ഏറ്റവും നല്ലതായിരിക്കും. ഇവർക്ക് മെയ് മാസം വരെ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളും ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാമെങ്കിലും ജൂൺ മാസം മുതൽ ഭാഗ്യവർദ്ധനവും ധനസമൃദ്ധിയും ഉണ്ടാകും. കളത്രത്തെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. തനിക്ക് തന്നെയും കളത്രത്തിനും ദേഹസുഖവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും സുഖാനുഭവങ്ങളും ഉണ്ടാകും. അവിവാഹിതരുടെ വിവാഹം നടന്നു കിട്ടുന്നതിന് അനുകൂല സമയമാണിത്. ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാവുകയും ബിസിനസ് വിപുലീകരിക്കുകയും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കൃഷിയിലും പശുപരിപാലനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ആദായം ലഭിക്കും. വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന തീർത്ഥയാത്രകളും ഉല്ലാസയാത്രകളും ഈ സമയം നടത്തുവാൻ സാധിക്കും. വിദേശയാത്രകൾക്കോ അഥവാ വിദൂര സ്ഥലത്തേക്കുള്ള യാത്രകൾക്കോ സാധ്യതയുണ്ട്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മത്സരരംഗങ്ങളിൽ വിജയം വരിക്കുന്നതിനും അധികാരപ്രാപ്തിക്കും യോഗമുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നതിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. ഈ സമയം സർക്കാർ ജോലിയോ അഥവാ മറ്റ് നല്ല ജോലികളോ ലഭിക്കാം. ബുദ്ധിപരമായി കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും വാക്കിന് കൂടുതൽ ശോഭയുണ്ടാകുന്നതിനും ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുന്നതിനും കഴിയും. ഗൃഹസുഖവും കളത്രസൗഖ്യവും ഉണ്ടാകും. സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമായിരിക്കും ജൂൺ മാസം മുതൽ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മിഥുനം, തുലാം, വൃശ്ചികം, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ശോഭനഫലങ്ങൾ നൽകും. അഞ്ചാമതായി അവിട്ടം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് 7 ശനി സമയമാണെങ്കിലും മെയ് മാസം വരെ തരക്കേടില്ലാത്ത സമയമായിരിക്കും. ഈ സമയം ഇവർക്ക് ധനലാഭവും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും. പുതിയ ഗൃഹത്തിൽ താമസമാക്കുകയോ അഥവാ ഗൃഹം മാറി താമസിക്കുകയോ ചെയ്യാം. മാനസിക സന്തോഷങ്ങളുണ്ടാകാം. ബുദ്ധിക്ക് ഉണർവും ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യും. വിശേഷ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാം. കുടുംബസുഖവും സ്ത്രീജനങ്ങളിൽ നിന്നും സുഖാനുഭവങ്ങളും ഉണ്ടാകും. ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. മെയ് മാസം വരെ വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. എന്നാൽ ജൂൺ മാസം മുതൽ ഈ അനുകൂല ഫലങ്ങളിൽ അല്പം കുറവ് വരാം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം.
ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ ആലോചിച്ച് വേണം ചെയ്യാൻ. കടം കൊടുക്കുമ്പോഴും കൂടുതൽ സൂക്ഷ്മത പുലർത്തണം. ഇവർക്ക് മേടം, കർക്കിടകം, വൃശ്ചികം, ധനു എന്നീ മാസങ്ങൾ കൂടുതൽ നല്ല മാസങ്ങളായിരിക്കും. ആറാമതായി മീനക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7ാം ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ജൂൺ മാസം മുതൽ കഷ്ടപ്പാടുകളിൽ കാര്യമായ ആശ്വാസമുണ്ടാകും. ജൂൺ മാസം മുതൽ ജന്മശനിയിലെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ശാരീരിക സുഖവർദ്ധനവും യാത്രാക്ലേശങ്ങളും കുറയും. സന്താനപ്രാപ്തിക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും നവീന ഗൃഹലാഭവും ഉണ്ടാകും. മനസ്സന്തോഷം വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒരു പുത്തൻ ഉണർവുണ്ടാവുകയും ചെയ്യും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയും. കളത്രസുഖവും സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭമുണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുകയോ ഗൃഹപ്രവേശം നടത്തുകയോ ചെയ്യാം. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗവുമുണ്ട്. പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും വാങ്ങുകയോ ലഭിക്കുകയോ ചെയ്യാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നത് നല്ലതായിരിക്കും. ഇവർക്ക് ഇടവം, ചിങ്ങം, ധനു, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ അഭീഷ്ടപ്രദങ്ങളായിരിക്കും. ഇവയൊക്കെയാണ് തുലാം മുതൽ മീനം വരെയുള്ള 6 കൂറുകളിൽ ജനിച്ച 14 നക്ഷത്രക്കാരുടെ 2026-27 വിഷുഫലങ്ങൾ. മേടം മുതൽ കന്നി വരെയുള്ള 6 കൂറുകളിൽ ജനിച്ചവരുടെ വിഷുഫലങ്ങളുടെ വീഡിയോയുടെ ഐക്കൺ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നതാണ്. അത് കാണുക. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.